പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവിൻ്റെയുമേ, വേദവിചാരം എന്ന പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി ഞങ്ങളെ നയിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. വചനം ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് യേശുവിനകത്ത് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എഫേഷ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. എപ്പിസൽ ഓഫ് സെയിൻറ്റ് പോൾ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശ മണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ഭിന്നതകളും പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണം എന്ത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും, കുടുംബങ്ങളിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ സ്നേഹിതർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും, ആത്മീയ ജീവിതത്തിൽ ദേവാലയങ്ങളിലെ പ്രശ്നങ്ങളായിരുന്നാലും, സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും ഒക്കെയും അതിൻ്റെ മൂല കാരണം പലപ്പോഴും എന്താണ് എന്ന് നാം അനേകർ ചിന്തിക്കാറില്ല. പിശാചിന് ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിൽ, രാജ്യങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കുവാൻ കഴിയും എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. തിരുവചനം നാം പഠിക്കുമ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും പിശാചുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കുവാൻ നിർവാഹമില്ല. എന്നാൽ ദൈവപുത്രനായ യേശു തന്നെ വ്യക്തമായി അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അതിന് പ്രതിവിധി എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ നാം വായിച്ച തിരുവചനം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പലപ്പോഴും പോരാട്ടം അല്ലെങ്കിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്ന സ്നേഹബന്ധത്തിലുള്ളവർ അപ്രകാരം സാഹചര്യം ഉണ്ടാക്കുമ്പോൾ നാം വ്യക്തിപരമായി ആ വിഷയങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ സ്നേഹിച്ചിട്ടും ഞാൻ കരുതിയിട്ടും എൻ്റെ സ്നേഹിതനായ, എൻ്റെ സഹോദരനായ മറ്റൊരു വ്യക്തി എന്നോട് ഇപ്രകാരം ചെയ്തുവല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെയും ഭാരവും ദുഃഖവും ഒക്കെയും ഉണ്ടാകാം. എന്നാൽ ഇതിൻ്റെ കാരണം പലപ്പോഴും പിശാച് നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുവാൻ, വ്യക്തികൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ് എന്ന് നാം ചിന്തിക്കാറില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 11-ാമത്തെ തിരുവചനം, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ. പിശാചുണ്ട്, അവന് ശക്തിയുണ്ട്. എന്നാൽ അവനേക്കാൾ ശക്തനാകുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഈ ഒരു ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം, പിശാചിന് അവസരം കൊടുക്കരുത്. അപ്പോൾ പിശാചിന് എങ്ങനെയാണ് നമുക്ക് അവസരം കൊടുക്കുവാൻ കഴിയുന്നത്? പിശാച് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളത്? നാം അത് മനസ്സിലാക്കുക. പിശാചിന് അവസരം കൊടുക്കരുതെന്ന് പറയുമ്പോൾ നാം തന്നെയാണ്
പിശാചിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട വഴികൾ തുറന്നു കൊടുക്കാറുള്ളത്. 26-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. കോപം മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ വികാരങ്ങളിൽ പെട്ടൊരു കാര്യമാണ്. എന്നാൽ കോപിക്കരുതെന്നല്ല, പിന്നെ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ. ആ കോപം മറ്റൊരു തലത്തിലേക്ക് നയിക്കപ്പെടുവാൻ കഴിയരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കോപമുണ്ടായി, പെട്ടെന്ന് ദേഷ്യമുണ്ടായി, തീർച്ചയായും എന്തെങ്കിലും മാനസികമാകുന്ന ഭാരമുണ്ടാക്കുമ്പോഴാണല്ലോ കോപമുണ്ടാകാറുള്ളത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവാൻ. അപ്പോൾ ഈ കോപം പാപം ചെയ്യുവാൻ തക്കവണ്ണം അത് മുഖാന്തരം ഒരുക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അപ്പോൾ പലപ്പോഴും ഈ കോപം മനസ്സിലുണ്ടായി കഴിയുമ്പോൾ അത് പിന്നീട് ക്ഷമിക്കുവാൻ കഴിയാതെ മനസ്സിൽ കിടക്കുന്ന പാപമായി, അല്ലെങ്കിൽ മനസ്സിൽ കിടന്നത് പാപത്തിലേക്ക് നയിക്കപ്പെടുന്നൊരു കാര്യമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അധികം സമയത്തിന് മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു. അപ്പോൾ മോഹം, ലോകത്തിലെ പല കാര്യങ്ങൾ, അതിനോടുള്ള മോഹം, അത് മനസ്സിൽ നാം താലോലിച്ച് അതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ പാപത്തെയാണ് പ്രസവിക്കുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഗർഭധാരണത്തിനൊരു സമയമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മോഹങ്ങൾ, അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയാതെ മനസ്സിൽ താലോലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അത് പാപത്തിലേക്ക് നയിക്കും. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു. അപ്പോൾ ഈ പാപം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് മരണത്തെ, ആത്മീയമായ മരണത്തിലേക്ക് നയിക്കപ്പെടും എന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബലഹീനതകളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരാരുമില്ല, പാപം ചെയ്യാത്ത മനുഷ്യരാരുമില്ല എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചെയ്തുപോയ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തോട് മനസ്തപിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പാപമോചനം ലഭിക്കുകയാണ്. എന്നാൽ പാപമോചനം ലഭിക്കാതെ ആ പാപവുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ആത്മീയമായ മരണത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം മുഖാന്തരമായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ ഇതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവ് പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ മറ്റൊന്നിനാലും ഈ ജാതിയെ പുറത്താക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് പ്രാർത്ഥനയും ഉപവാസവും എന്ന വലിയ ആയുധമാണ്. പ്രാർത്ഥന കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ, അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കുവാൻ ഒരുപക്ഷെ കഴിയുകയില്ല. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനകൾ, അത് കർത്താവ് നമ്മെ പഠിപ്പിച്ച, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ താക്കോലാണ്. പിശാചിൻ്റെ മേൽ വിജയം എടുക്കുവാൻ തക്കവണ്ണം തൻ്റെ ശിഷ്യന്മാർ അവിടെ കർത്താവ് പറയുന്ന തിരുവചനമാണ് നമ്മുടെ വായിച്ചത്. നമുക്ക് എൻ്റെ സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അപസ്മാര രോഗിയായ ഒരു ബാലന് അവന് സൗഖ്യം കൊടുക്കുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. കർത്താവ് അവർക്ക് അതിനുള്ള കൃപകൾ നൽകിയതാണ്. രോഗികളെ സൗഖ്യമാക്കുവാനും അതോടൊപ്പം തന്നെ പിശാചിനെ ബഹിഷ്കരിക്കുവാനുമുള്ള കൃപാവരങ്ങളാണ് ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്നത്. എന്നാൽ അവർക്കത് സാധ്യമാകുന്നില്ല. ഈ ബാലനുമായി ആ പിതാവ് കടന്നു വരുമ്പോൾ, ഈ ശിഷ്യന്മാർക്ക് സാധ്യമാകാതെ വരുമ്പോൾ കർത്താവിനോട് തന്നെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യുവാൻ കഴിഞ്ഞില്ല? അപ്പോൾ കർത്താവിനോട് പറയുകയാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ മറ്റൊന്നിനാലും ഈ ജാതിയെ പുറത്താക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ
കർത്താവ് നമുക്ക് നൽകുന്ന ഒരു താക്കോൽ അല്ലെങ്കിൽ ഒരു ആയുധമാണ് ഉപവാസ പ്രാർത്ഥന. പലപ്പോഴും ഉപവാസ പ്രാർത്ഥന എന്ത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഉപവസിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ടെത്തി അനുദപിക്കുവാനും പാപമോചനം ലഭിക്കുവാനുള്ളൊരവസരമാണ് അവിടെ നൽകുന്നത്. വെറും പട്ടിണിയല്ല. പിന്നെയോ അനുദപിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് ഉപവാസം. നാം അത് ലേവ്യ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം മനസ്സിന് മാനസാന്തരത്തിൻ്റെ ഒരവസ്ഥ, അതാണ് വാസ്തവമായ ഒരു ഉപവാസം. അപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നാം വിശുദ്ധി പ്രാപിക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുകയാണ്. അപ്പോൾ പിശാചിന് പിന്നെ നമ്മുടെ മേൽ അധികാരം ഉണ്ടാകുകയില്ല. മറിച്ച് നാം മനസ്സിൽ എന്തെങ്കിലും തെറ്റുകളും കുറവുകളും പാപങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിശാചിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേലൊരു അവകാശം അവന് ലഭിക്കുകയാണ്. ഈ അവകാശം അവന് നമ്മുടെ മേലുള്ളിടത്തോളം കാലം ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. അവിടെ അത് ഭിന്നതകളും പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിയും എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. പ്രത്യേകിച്ച് ദൈവകൃപയിലേക്ക് വന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചൊരു വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ മേൽ പിശാചിന് എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടാകും. എന്തെങ്കിലും വീഴ്ചകൾ അവൻ്റെ ജീവിതത്തിൽ വരുവാൻ അവൻ സദാ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ വീഴ്ചയിലൂടെ ആ പഴുത് കണ്ടെത്തിക്കൊണ്ട് ആ വ്യക്തിയെ തകർക്കുവാൻ, അവനെ പാപത്തിലേക്ക് നയിക്കുവാൻ പിശാച് ശ്രമിക്കും. മനുഷ്യൻ്റെ ബലഹീനതയിലാണ് അവൻ എപ്പോഴും ചൂഷണം ചെയ്യുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ആദ്യ മാതാപിതാക്കൾ മുതൽ തുടർന്നുള്ള സന്ദർഭങ്ങളിലൊക്കെയും നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. അതോടൊപ്പം തന്നെ കർത്താവ് തൻ്റെ പരസ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവൻ യോർദാനിൽ മാമോദിസ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള അശരീരി കേൾക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിക്കുകയും മരുഭൂമിയിലേക്ക് 40 ദിവസത്തെ ഉപവാസത്തിന് കർത്താവ് കടന്നു പോവുകയും ചെയ്യുന്നതായിട്ട് നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ആ സാഹചര്യത്തിലാണ് പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്. നാം അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. അവിടെ 40 ദിവസം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. 40 ദിനരാത്രങ്ങൾ കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പരസ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരുക്ക ദിവസങ്ങളായിരുന്നു ആ 40 ദിവസം. അത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ പിശാച് പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ പരീക്ഷ നാം കാണുന്നു. 3-ാം വാക്യം. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഉപവസിക്കുകയാണ്. തീർച്ചയായിട്ടും യേശുവിന് വിശപ്പ് ഉണ്ട് എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ ആ സന്ദർഭം അവൻ ഉപയുക്തമാക്കുകയാണ്. ആ വിശന്നിരിക്കുന്ന കർത്താവിന് ഭക്ഷിക്കുവാൻ തക്കവണ്ണം, കല്ലിനോട് അപ്പമാകുവാൻ തക്കവണ്ണം പിശാച് ആലോചന നൽകുകയാണ്. അപ്പോൾ നാം 4-ാം വാക്യത്തിൽ കർത്താവ് അതിന് മറുപടി പറയുകയാണ്. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കല്ലിനോട് അപ്പം ആകുവാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് യേശു നൽകുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഇത് നാം ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്. അവൻ നിന്നെ താഴ്ത്തുകയും നിനക്ക് വിശപ്പുണ്ടാക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിക്കേണ്ടതിന് നീ നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കൊണ്ട് തന്നെ പിശാചിൻ്റെ പരീക്ഷ കർത്താവ് തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അപ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്ഥാനമാണ്. അത് മറ്റൊരു ആയുധമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം എന്നത് പിശാചിനെതിരെയുള്ള വാളാണ്. ആ വാൾ ഉപയോഗിക്കണമെങ്കിൽ ദൈവവചനം നാം അറിഞ്ഞിരിക്കണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നാം സംഗ്രഹിച്ചിരിക്കണം. കർത്താവ് അതാണ്
പിശാച് കൊടുത്ത ആ ആദ്യത്തെ ആ പരീക്ഷയെ അതിജീവിക്കുന്നത് ദൈവവചനത്താലാണ് എന്ന് നമുക്ക് കാണുവാൻ കോണം കഴിയും. നാം വീണ്ടും വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു. പിശാച് അവനോട്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അവയെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാനത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിക്കുന്നുവെങ്കിൽ അതെല്ലാം നിൻ്റേതാകും. അപ്പോൾ സകല ലോകത്തിലുള്ള മാനവരാശിയെ രക്ഷിക്കുവാനുള്ള ദൗത്യത്തിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവിന് വളരെ എളുപ്പത്തിൽ അവൻ പറയുകയാണ്, പിശാച് പറയുകയാണ്, ഈ സകല രാജ്യങ്ങളുടെ മേലുള്ള അധികാരം ഞാൻ നിനക്ക് തരാം, നീ ഈ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അത് പറയുമ്പോൾ കർത്താവ് അതിനെ അതിജീവിക്കുന്നത് തിരുവചനത്തിലൂടെ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ, നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ ആരാധിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഇതാണ് കർത്താവ് പിശാചിന് മറുപടിയായിട്ട് നൽകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം, യേശുവിനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും ദൈവവചനം കൊണ്ട് പിശാചിനെ കർത്താവ് തോൽപ്പിക്കുന്നതായിട്ട്, പരീക്ഷയെ അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ പരീക്ഷ നാം കാണുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 9-ാം വചനം. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പേരിനും പ്രസക്തിക്കും വേണ്ടിയുള്ള ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കോണം പിശാച് പരീക്ഷയിലേക്ക് കർത്താവിനെ തള്ളിയിടുവാൻ തക്കോണം ശ്രമിക്കുകയാണ്. പറയുകയാണ്, നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിശാചിനും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടറിയാം. ആ ദൈവവചനം അവൻ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവിനെ പരീക്ഷയിലേക്ക് വീഴ്ത്തുവാൻ തക്കോണം ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് 12-ാം വാക്യത്തിൽ യേശു പറയുന്നു, യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം, നിങ്ങൾ മസ്സയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അപ്പോൾ ദൈവവചനം കൊണ്ട് തന്നെ കർത്താവ് പിശാചിനെ അവിടെ ആ പരീക്ഷയും തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. അങ്ങനെ ഈ പരീക്ഷകൾ മൂന്നും അതിജീവിച്ച് കഴിയുമ്പോൾ പിശാച് താൽക്കാലികമായി കർത്താവിനെ വിട്ട് പോകുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആദ്യമായി കർത്താവ് നൽകുന്ന വലിയ താക്കോൽ ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഉപവാസവും പ്രാർത്ഥനയും നാം വിശദീകരിക്കപ്പെടുവാനുള്ള മുഖാന്തരമാണ്. അതോടൊപ്പം തന്നെ പിശാചിനെതിരെയുള്ള വലിയ ആയുധമാണ് ഉപവാസം. രണ്ടാമത് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ആ വചനം ഹൃദയത്തിൽ നാം സംഗ്രഹിച്ച് പരീക്ഷയെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് വലിയ പ്രയോജനമാകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് നാം വലിയ ശ്രദ്ധാലുക്കളല്ല. നമുക്കറിയാം, നാം പാപം ചെയ്യുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടാതെ നമ്മുടെ ഹൃദയത്തിലായിരിക്കുമ്പോൾ പിശാചിന് പ്രവർത്തിക്കുവാൻ ഒരു അവസരം നാം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പിശാചിന് അവസരം കൊടുക്കരുത്. ആ പാപം ചെയ്യാത്ത മനുഷ്യനില്ല, എന്നാൽ ചെയ്ത പാപത്തെക്കുറിച്ച് ഓർത്തനുദപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പാപമോചനം നമുക്ക് ദൈവം നൽകുകയാണ്. പിന്നെ പിശാചിന് നമ്മുടെ മേൽ അവകാശമെടുക്കുവാൻ, ഒരു ക്ലെയിം എടുക്കുവാൻ നമുക്ക് അവന് സാധ്യമാകുകയില്ല. യൂദായുടെ പുസ്തകത്തിൽ നമുക്കറിയാം, മോശയുടെ ശരീരത്തിനു വേണ്ടി പിശാച് മിഖായേലും തമ്മിൽ വാദിക്കുന്നതായിട്ട് നാം വായിക്കുകയാണ്. യൂദായുടെ പുസ്തകം 9-ാമത്തെ തിരുവചനം, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച്
പിശാചിനോട് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. മോശയുടെ ശരീരത്തിനു വേണ്ടി വാദിക്കുകയാണ്. വാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം സാധാരണ കോടതിയിൽ ആണ് വാദം എന്നുള്ള പദം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നാം വായിക്കുന്നത്. രണ്ട് വ്യക്തികൾക്ക് വേണ്ടി, കുറ്റവാളിയായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള വാദമാണ് കോടതിയിൽ നടക്കുന്നത്. അപ്പോൾ രണ്ട് വശത്തും അവർക്ക് വേണ്ടിയുള്ള വക്കീലന്മാർ വാദിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ പിശാചിന് വാദിക്കുവാൻ തക്കവണ്ണം നാം അവസരമുണ്ടാക്കരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാചിന് ഒരു ക്ലെയിം, ഒരു വാദം അവൻ ഉന്നയിക്കുന്നത്? നമുക്കറിയാം, മോശ ഒരു എബ്രായ ബാലനെ മിസ്രൈമ്യർ ഉപദ്രവിക്കുന്നത് കണ്ട് മിസ്രൈമിനെ കൊന്നിട്ട് അവിടെ നിന്ന് പലായനം ചെയ്യുന്നതായിട്ട് നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊലപാതകി എന്നുള്ള ആ ഒരു വലിയ പാപം മോശയുടെ മേൽ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തെ അനുസരിക്കാത്ത അവസരവും മോശയുടെ അവസാന ദിവസങ്ങളിൽ നാം കാണുകയാണ്. പാറയോട് കൽപ്പിക്കുവാൻ പറയുമ്പോൾ പാറയെ അടിച്ചതിൻ്റെ ഫലമായി അവിടെ അനുസരണക്കേടെന്ന ഒരു പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാപം അല്ലെങ്കിൽ മോശയുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ പിശാചിന് മോശയുടെ മേലൊരു അധികാരം, ഒരു അവകാശം ഉണ്ടാകുവാനുള്ള സാഹചര്യമായിട്ട് തീരുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരം ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത് നാം തന്നെയാണ്. തെറ്റുകൾ ചെയ്താൽ, കുറവുകൾ ചെയ്താൽ, പാപം ചെയ്താൽ അനുതപിക്കാതെ, നാം അതിനെക്കുറിച്ച് വിലപിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള സാധൂകരണവുമായി, ജസ്റ്റിഫിക്കേഷനുമായി നാം മുമ്പോട്ട് പോകുമ്പോൾ നാം പിശാചിന് നമ്മുടെ മേലൊരു അവകാശം ഉന്നയിക്കുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് കുടുംബജീവിതം മുതൽ സാമൂഹിക ജീവിതത്തിലായിരുന്നാലും സഭാജീവിതത്തിലായിരുന്നാലും ഈവൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. പിശാചാണ് പലപ്പോഴും ഹൃദയത്തിൽ അഹങ്കാരം വ്യക്തികളായിരുന്നാലും അത് രാജ്യത്തെ നയിക്കുന്നവരായിരുന്നാലും അവരിൽ കൊടുക്കുന്നത്. ആ അഹങ്കാരം പാപം ക്ഷമിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. കാരണം അഹങ്കാരം വന്നു കഴിയുമ്പോൾ പാപബോധം ഉണ്ടാകുകയില്ല, പശ്ചാത്താപം ഉണ്ടാകുകയില്ല, അനുതാപമില്ലാതിരിക്കുന്നിടത്ത് ആ പാപം ക്ഷമിക്കപ്പെടുകയില്ല. അത് മുമ്പോട്ട് പോകുമ്പോൾ അത് വലിയ വലിയ പാപങ്ങളിലേക്ക് നയിക്കപ്പെടുവാനും അത് പിശാചിന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ അത് മുഖാന്തരമായി തീരുകയാണ്. കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നാം ഒരുപക്ഷെ ചിന്തിച്ചാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുടുംബജീവിതങ്ങൾ ഛിന്നഭിന്നമാകുന്നത്. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുകയില്ല. ആരാണ് വലുത്, ആര് പറയുന്നതാണ് ശരി എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും പരസ്പരം ക്ഷമിക്കുവാൻ കഴിയാതെ, എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്തെങ്കിൽ ആ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുവാൻ കഴിയാതെ ആ പാപം മനസ്സിൽ മുമ്പോട്ട് പോകുമ്പോൾ നാം പിശാചിന് അവസരം കൊടുക്കുകയാണ്. അവിടെ വിള്ളലുകൾ സൃഷ്ടിക്കുമ്പോൾ അതിലൂടെ പിശാച് പ്രവർത്തിക്കുവാൻ, കുടുംബജീവിതത്തെ ഛിന്നഭിന്നമാക്കുവാൻ തക്കോണം അവൻ പരിശ്രമിക്കും. കാരണം അവൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള വലിയ ലക്ഷ്യവുമായിട്ടാണ് അവൻ എപ്പോഴും മുമ്പോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ തന്നെ നാം പലപ്പോഴും ഭാര്യ നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ഭർത്താവ് അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ആദ്യമായി ഈ തിരുവചനം നാം ഓർക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സാത്താനോടും അവൻ്റെ സർവായുധ വർഗത്തോടും അത്രേ. അപ്പോൾ അത് പിശാചാണ് പലപ്പോഴും ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്, അത് പ്രയാസങ്ങളിലേക്ക് നയിക്കുവാൻ തക്കോണം അവൻ പരിശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, കുടുംബജീവിതത്തിൽ മാത്രമല്ല, സഹോദരങ്ങൾ തമ്മിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭിന്നത അത് വലിയ ശത്രുതയിലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈവൻ സഭകൾ തമ്മിൽ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും, രാജ്യങ്ങൾ തമ്മിൽ. അങ്ങനെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഒരു നല്ല ശതമാനം പിശാചിന് നാം അവസരം കൊടുക്കുക വഴി, അവന് നമ്മുടെ മേൽ അവകാശം സൃഷ്ടിക്കുന്നത് വഴി അത് പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ നാം തിരുവചനത്തിൽ കണ്ടു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു മകനുമായിട്ട് കടന്നു വന്ന പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം മനസ്സിലാക്കി. പിശാചിനൊരു വ്യക്തിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുവാൻ കഴിയും,
അവനെ അന്ധനാക്കുവാൻ, കുരുടനാക്കുവാൻ, അവന് മറ്റ് രോഗങ്ങൾ സൃഷ്ടിക്കുവാൻ, ഊമനാക്കുവാനൊക്കെയും പിശാചിന് കഴിയും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ നല്ല ശതമാനവും അത്ഭുതങ്ങൾ പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലായിരുന്നാലും കുടുംബജീവിതത്തിലായിരുന്നാലും പിശാചിന് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൊടുക്കാതെ, തെറ്റുകളും വീഴ്ചകളും കുറവുകളും മനുഷ്യ സഹജമെങ്കിൽ അവ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും അവന് നമ്മുടെ മേൽ അവകാശമുണ്ടാകുകയില്ല. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉപവാസവും ദൈവവചന പാരായണവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ അധികാരമെടുക്കുവാൻ കഴിയുകയില്ല. ദൈവകൃപയിൽ മുമ്പോട്ട് പോകാനും ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുവാനും അത് മുഖാന്തരം ഒരുക്കപ്പെടും. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.